ഒരു യൂസ്ഡ് ഐസ് എഞ്ചിൻ കാർ വാങ്ങുമ്പോൾ നമ്മൾ എന്തെല്ലാം നോക്കും? എഞ്ചിനിൽ നിന്ന് അബ്നോർമൽ ആയിട്ടുള്ള സൗണ്ട് വരുന്നുണ്ടോ, സസ്പെൻഷൻ, ടയർ, അതുപോലുള്ള മറ്റു പല കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുക. പക്ഷെ ഒരു ഇവിയുടെ കാര്യത്തിൽ അതിന്റെ ബാറ്ററി പാക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇവിയുടെ കാര്യത്തിൽ സാധാരണ ഐസ് എഞ്ചിൻ കാറുകൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് വിചാരിച്ചാൽ ഒരുപാട് വലിയ അബദ്ധങ്ങളിലേക്ക് നിങ്ങൾ പോയി ചാടിയേക്കാം. ഒരു യൂസ്ഡ് ഇവി 6 ലക്ഷം കൊടുത്ത് വാങ്ങിയിട്ട് കുറച്ച് മാസത്തിന് ശേഷം ബാറ്ററിക്ക് ഇഷ്യൂ വന്നാൽ ചില മോഡൽസിന്റെ റിപ്പയർ ബില്ല് മാത്രം 2 ലക്ഷം രൂപയോളം വരും. ചില അത് 8 ലക്ഷം രൂപ വരെ പോയേക്കാം. ചിലപ്പോൾ കാറിന്റെ റീസെയിൽ വാല്യൂവിനേക്കാൾ നമ്മൾ ബാറ്ററിക്ക് വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് യൂസ്ഡ് ഇവി വാങ്ങുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കാത്ത 14 ഹിഡൻ ടെക്നിക്കൽ ആയിട്ടുള്ള റിസ്കുകളെ പറ്റിയാണ്. അതൊരു റിവേഴ്സ് ഓർഡറിൽ നമുക്കിന്ന് പോകാം. ആദ്യം ഏറ്റവും ചെറിയ റെലവൻസ് ഉള്ള കാര്യം മുതൽ ഇവി വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ വരെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്പർ 14, ഇവി മോട്ടോർ ഉണ്ടെങ്കിൽ മെയിൻ്റനൻസ് ഇല്ല. അത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇവി ഓണർമാർ പലരും പറയും ഇവിയില് എഞ്ചിൻ ഇല്ല, അതുകൊണ്ട് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ഇല്ല, അതുകൊണ്ട് മെയിൻ്റനൻസ് ഓൾമോസ്റ്റ് 0 ആണ്. ഇത് സത്യമാണ്. ഓയിൽ ചേഞ്ച് ഇല്ല, പക്ഷെ അത് ശരിയാണ്. പക്ഷെ മെയിൻ്റനൻസ് 0 എന്നുള്ളത് തെറ്റാണ്. ഇവി മോട്ടറിൽ മൂവിംഗ് പാർട്സ് വളരെ കുറവാണ് ഐസി എഞ്ചിനെ അപേക്ഷിച്ച്. 1000 മൂവിംഗ് പാർട്സ് ആണ് ഐസി എഞ്ചിനിൽ വരാറ്. ഇവി മോട്ടറിൽ പ്രധാനമായും റോട്ടർ, സ്റ്റേറ്റർ, ബെയറിംഗ്സ് എന്നിവയാണ് വരുന്നത്. പക്ഷെ ഇവിടെ ആർക്കും അധികം അറിയത്തില്ലാത്ത ഒരു കാര്യമുണ്ട്. ഇലക്ട്രിക് ബെയറിംഗിലുള്ള ഇറോഷൻ. ഇൻവെർട്ടർ ഹൈ ഫ്രീക്വൻസി കറണ്ട് ഉപയോഗിച്ചാണ് മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ചില സാഹചര്യങ്ങളിൽ വളരെ ചെറിയ ഇലക്ട്രിക് കറണ്ട് മോട്ടോർ ബെയറിംഗ്സിലൂടെയും പാസ് ചെയ്ത് പോകാറുണ്ട്. ഇത് വർഷങ്ങൾ കഴിയുമ്പോൾ എന്തായിരിക്കും ഇതിന്റെ എഫക്ട്? ബെയറിംഗ്സിന്റെ സർഫസിൽ മൈക്രോസ്കോപ്പിക് ഫിറ്റിംഗ് എന്നുള്ളൊരു ആക്ടിവിറ്റി നടക്കും. അത് ഗ്രാജുവലി ആ ബെയറിംഗിന്റെ എഫക്റ്റീവ്നെസ് കുറയ്ക്കും. ഇത് ആദ്യം പുറത്തു വരുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഒരു ഹമ്മിങ് സൗണ്ട് ആയിട്ടാണ്. വണ്ടി ഓടുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ഹമ്മിങ് സൗണ്ട് ആയിട്ടാണ് ആദ്യം ഇതിന്റെ ഒരു എഫക്ട് പുറത്തു വരുന്നത്. പിന്നീട് അത് റിപ്പീറ്റിംഗ് നോയിസ് ആയി മാറും. പിന്നെ വൈബ്രേഷൻ കൂടും. അതൊരു ബെയറിംഗ് റീപ്ലേസ്മെന്റിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. പിന്നെ ഒരു മോട്ടോർ ഓവർഹോളിന്റെ പോസിബിലിറ്റിയും തള്ളിക്കളയാൻ പറ്റില്ല ഈ ഒരു പ്രോബ്ലം മൂലം. അതുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പോൾ പല സ്പീഡിൽ ഓടിച്ചു നോക്കുക. 20, 30, 40, 60, 80 പല സ്പീഡിൽ ഓടിച്ചു നോക്കിയിട്ട് ഈ സൗണ്ടിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് അതിന്റെ എഫക്റ്റ് മനസ്സിലാക്കുക. അത് ഇനിയിപ്പം ഇവിയിൽ അധികം സൗണ്ട് ഇല്ല, അതുകൊണ്ട് ടയർ നോയിസ് ആണോ മോട്ടോർ നോയിസ് ആണോ കൂടുതൽ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ഈ വിൻഡോയുടെ ചില്ല് താഴ്ത്തിയിട്ടും കയറ്റിയിട്ടും 2 രീതിയിൽ ഓടിച്ചു നോക്കുക ഈ സൗണ്ടിന്റെ മാറ്റം. നമ്പർ 13, ഇവി ബാറ്ററി ഒരു വലിയ ബാറ്ററി അല്ല, 100 കണക്കിന് ചെറിയ സെൽസ് ആണ്. നമ്മൾ പറയും ബാറ്ററി വീക്കാണ്. പക്ഷെ ഇവി ബാറ്ററി പാക്ക് എന്നുള്ളത് ഒരു സിംഗിൾ ബാറ്ററി അല്ല, അത് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ലിഥിയം അയോൺ സെല്ലുകളുടെ ഒരു കോമ്പിനേഷൻ ആണ്. സെല്ലുകൾ ഒരുപാടെണ്ണം ചേർന്ന ഒരു മൊഡ്യൂൾ ഉണ്ടാകും. മൊഡ്യൂളുകൾ ഒരുപാട് ചേർന്ന ഒരു ബാറ്ററി പാക്ക് ഉണ്ടാകും. ഇതിന്റെ എല്ലാം നിയന്ത്രണം ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കയ്യിലാണ്. ഇതൊരു സ്കൂളിലെ ക്ലാസ് പോലെ നമുക്ക് കരുതാം. ക്ലാസ്സിൽ ഒരു 40 കുട്ടികളുണ്ട്, 39 പേരും ഫാസ്റ്റ് ആയിട്ട് ഓടും. പക്ഷെ ഒരാൾക്ക് പ്രോബ്ലം ഉണ്ടെന്നിരിക്കുക, ഒരു റിലേ റേസിൽ ഇവരെ എല്ലാവരും ഓടിച്ചാൽ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു ബാറ്ററി പാക്കിന്റെ ആ ഒരു മൊഡ്യൂൾ കാരണം നമ്മളുടെ ഓവറോൾ പെർഫോമൻസിനെ സാരമായി ബാധിക്കും. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളിൽ ബാറ്ററി പാക്കിന്റെ വീക്കസ്റ്റ് സെല്ലായിരിക്കും അതിന്റെ യൂസബിൾ പെർഫോമൻസിനെ തീരുമാനിക്കുന്നത്. ഇതൊക്കെ കാരണം സെയിം മോഡല്, സെയിം ഇയർ, സെയിം കിലോമീറ്റർ ഉള്ള 2 ഇവി ബാറ്ററികളുടെ റേഞ്ച് വളരെയധികം മാറാൻ സാധ്യതയുണ്ട്. നമ്പർ 12, റീജനറേറ്റീവ് ബ്രേക്കിംഗ് കാരണം ബ്രേക്ക് പ്രോബ്ലംസ് വരാം. ഇവിയിൽ ബ്രേക്ക് പ്രസ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ബ്രേക്ക് പാഡ് അല്ല എൻഗേജ് ചെയ്യുന്നത്. മോട്ടോർ ഒരു ജനറേറ്റർ ആയിട്ട് ആക്ട് ചെയ്ത് വെഹിക്കിളിന്റെ ആ ഒരു എനർജി, ആ ഒരു സ്പീഡിൽ മുന്നോട്ട് പോകുന്ന കൈനറ്റിക് എനർജിയെ അതൊരു ഊർജ്ജമായിട്ട് തിരിച്ച് റിക്കവർ ചെയ്ത് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് പ്രോസസ്സിൽ എപ്പോഴും ഫ്രിക്ഷൻ ബ്രേക്കുകൾ ആയിരിക്കില്ല എൻഗേജ് ചെയ്യുന്നത്. ഫസ്റ്റ് റീജനറേറ്റീവ് മോട്ടോർ എനർജി റിക്കവർ ചെയ്തിട്ട് ആ ഒരു ഫൈനൽ ബൈറ്റിംഗ് പവറിന് വേണ്ടി മാത്രമേ ഫ്രിക്ഷൻ ബ്രേക്ക് യൂസ് ചെയ്യാറുള്ളൂ. നിങ്ങൾ റീജനറേഷൻ കൂട്ടി വെക്കും തോറും ആ ഒരു ഫ്രിക്ഷണൽ ബ്രേക്കിംഗ് എഫക്ട് കുറവായിരിക്കും. ഇത് വണ്ടിയുടെ എഫിഷ്യൻസിക്ക് വളരെ നല്ലതാട്ടോ. സിറ്റി ഡ്രൈവിങ്ങിന് റേഞ്ച് ഇംപ്രൂവ് ചെയ്യാനും ഇത് ഉപയോഗിക്കും. പക്ഷേ ഇതിനൊരു ഹിഡൻ ആയിട്ട് ഒരു ഡൗൺ സൈഡ് ഉണ്ട്. ഫ്രിക്ഷൻ ബ്രേക്കിന്റെ ഉപയോഗം ഗണ്യമായിട്ട് ഇത് കുറയ്ക്കും. അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഐസി എഞ്ചിൻ കാറുകളിൽ സാധാരണ കാണുകയില്ലാത്ത രീതിയിലുള്ള ബ്രേക്ക് ഡിസ്കിലുള്ള റസ്റ്റ്, കാലിപ്പർ പിസ്റ്റൺ സ്റ്റിക്ക് ആവും, സൈഡ് പിൻസ് സീസ് ആവും. അതുപോലെ എമർജൻസി ബ്രേക്കിംഗ് സമയത്ത് അൺഈവൻ ആയിട്ട് ഒരു സൈഡ് വലിക്കുന്ന രീതിയിലുള്ള അൺഈവൻ ആയിട്ടുള്ള ബ്രേക്കിംഗ് സാധാരണ ഈ ചില ഇവികളിൽ റസ്റ്റ് ഫോർമേഷൻ ഉള്ള ഇവികളിൽ കാണാറുണ്ട്. എസ്പെഷ്യലി കോസ്റ്റൽ ഏരിയാസ്, കേരള, ചെന്നൈ, മുംബൈ ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. യൂസ്ഡ് ഇവി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ടുള്ള ഒരു റോഡിൽ ഇട്ട് ടെസ്റ്റ് ചെയ്ത് ബ്രേക്ക് ടെസ്റ്റും ചെയ്ത് വണ്ടി ഒരു സൈഡിലേക്ക് വലിക്കുന്നുണ്ടോ, ആ രീതിയിലുള്ള എന്തെങ്കിലും ടെൻഡൻസി കാണിക്കുന്നുണ്ടോ എന്ന് വളരെയധികം ശ്രദ്ധിച്ച് ചെക്ക് ചെയ്തിട്ട് മാത്രം അത് വാങ്ങിക്കുക. അതുപോലെ തന്നെ വണ്ടി റീജനറേഷൻ ഓൺ ചെയ്തും ഓഫ് ചെയ്തിട്ടും ബ്രേക്ക് ചെയ്ത് ചെക്ക് ചെയ്തതിനു ശേഷം വാങ്ങിക്കും. നമ്പർ 11, ബാറ്ററിയുടെ യഥാർത്ഥ ജീവിതകഥ അത് എവിടെ ജീവിച്ചു എന്നുള്ളതിനെ പറ്റിയും ആസ്പദമാക്കിയിരിക്കുന്നു. ഒരു ഇവി 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് സങ്കല്പിക്കാം.
മറ്റൊരെണ്ണം 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സാധാരണ ബയേഴ്സ് 50,000 കിലോമീറ്റർ ഓടിയതിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചോദിക്കേണ്ട ഒരു വലിയ ചോദ്യമുണ്ട് കേട്ടോ. ഈ കാർ കഴിഞ്ഞ 5 വർഷം എവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്? ബാറ്ററിയുടെ ഏറ്റവും വലിയ എനിമി എന്താണെന്ന് അറിയാവോ? അത് ഹീറ്റാണ്. ചെന്നൈ, രാജസ്ഥാൻ, ദുബായ് പോലുള്ള ചൂടുള്ള സ്ഥലങ്ങളിൽ വർഷങ്ങളോളം ഓപ്പൺ പാർക്കിങ്ങിൽ EVയുടെ ബാറ്ററി ഏജിങ് ബാംഗ്ലൂർ പോലെ റിലേറ്റീവ്ലി മൈൽഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിച്ച EVയേക്കാൾ അതിന്റെ ബാറ്ററി വേറെ കൂടുതലായിരിക്കും. ലിഥിയം അയോൺ ബാറ്ററിയുടെ ആ ഒരു കെമിസ്ട്രി അതൊരു ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള കെമിസ്ട്രിയാണ്. അപ്പോൾ ഇതുപോലുള്ള ചൂടുള്ള പ്രദേശങ്ങളിൽ ഓപ്പൺ ഹീറ്റ് അടിച്ചുകൊണ്ട് ചാർജ് ചെയ്യപ്പെട്ട ബാറ്ററി വളരെയധികം ഇന്റേണലി അതിന്റെ സൈക്കിളുകൾ കംപ്ലീറ്റ് ആയി വേറെ ഹൈ റേറ്റ് ഓഫ് വെയർ അതുപോലെ കൂടുതൽ അതിന്റെ ലൈഫ് ഉപയോഗിച്ച് തീരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിനകത്ത് ഈ ഹീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? ഇലക്ട്രോലൈറ്റ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ദ്രാവകം ഇലക്ട്രോലൈറ്റ് ഡീഗ്രേഡ് ആവും. അതുപോലെ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആ ഒരു കറണ്ട് അതിനകത്തുനിന്ന് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന ഇന്റേണൽ ആയിട്ട് അത് ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അത് എന്തുമാത്രം ഹീറ്റായി നഷ്ടപ്പെടും എന്നുള്ളതിൻ്റെ ഒരു ഫാക്ടറാണ്. അത് കൂടുതലായി പോകും. അതുപോലെ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറയും. അതുപോലെ സെല്ലുകൾ തമ്മിലുള്ള ഇംബാലൻസ് വരും. ഇതാണ് ഹീറ്റ് അതിന് മേലുണ്ടാക്കുന്ന പ്രശ്നം. ഇനി നമ്മൾ പറയേണ്ട വേറൊരു കാര്യം, കാർ ഓടിക്കാതെ വെച്ചാലും ഈ ബാറ്ററി കഴുകാണ്. ഇതിനെ കലണ്ടർ ഏജിംഗ് ബാറ്ററി ടേംസിൽ പറയും. നമ്പർ 10 EV ടയർ വെയിറ്റ് പ്ലസ് ഇൻസ്റ്റന്റ് ടോർക്ക്. അത് റിസൾട്ട് ചെയ്യുന്നത് ഫാസ്റ്റർ വെയറിലാണ്. EVക്ക് ബാറ്ററി പാക്ക് കാരണം വെയിറ്റ് സ്വതവേ കൂടുതലാണ്. അതിന്റെ ഇക്വലന്റ് ആയിട്ടൊരു പെട്രോൾ വെഹിക്കിളിനേക്കാൾ ഒരു EVക്ക് ഒരു 250 മുതൽ ഒരു 500 കിലോ വരെ വെയിറ്റ് കൂടുതലാണ് കേട്ടോ. ഈ അധികം വെയിറ്റ് ഉണ്ടാക്കുന്ന പ്രശ്നം ചില്ലറയല്ല, ടയറുകളിലാണ് അതിന്റെ എഫക്ട് കൂടുതലായിട്ടും വരിക. പിന്നെ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മോട്ടറിന്റെ ടോർക്ക് 0 RPM ഇരിക്കുമ്പോൾ തന്നെ ഫുൾ ടോർക്ക് നമുക്ക് കിട്ടും. പക്ഷെ ഒരു പെട്രോൾ കാറിലോ ഡീസൽ കാറിലോ കാര്യങ്ങൾ അങ്ങനെയല്ല. അതിന് ടർബോ ലാഗ് കാണും. ഒരു നിശ്ചിത RPM എത്തിക്കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഒരു പീക്ക് ടോർക്കിന് അടുത്തുള്ള ഒരു സോണിലേക്ക് എങ്കിലും പോകുന്നത്. അത് ട്രാഫിക് ലൈറ്റിൽ റേസ് ചെയ്യുമ്പോൾ EVക്ക് ഒരു അഡ്വാൻറ്റേജ് നൽകുമെങ്കിലും ടോർക്ക് കുറവാണെന്നുള്ളത് IC എഞ്ചിൻ ഒരു ഗുണമായി മാറുന്നത് ടയർ വെയറിലാണ്. IC എഞ്ചിൻ കാറിൽ എഞ്ചിൻ RPM ബിൽഡ് ചെയ്ത് ഗിയർ ചേഞ്ച് ചെയ്ത് ടർബോ ലാഗിനെ ഓവർകം ചെയ്തിട്ടാണ് ഈ മാക്സിമം ടോർക്ക് സോണിലേക്ക് പോകുന്നത്. EVയിൽ ആക്സിലറേറ്റർ പെഡല് പ്രസ് ചെയ്ത ഇൻസ്റ്റന്റ് ടോർക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ടയറുകൾക്ക് 2 രീതിയിലുള്ള പ്രശ്നമാണ് EVയിൽ ഫേസ് ചെയ്യുന്നത്. ഒന്ന് എക്സ്ട്രാ വെയിറ്റ്, രണ്ടാമത്തേത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ടോർക്ക്. അതിന്റെ ഒരു ഫ്രിക്ഷൻ മൂലം അതിന്റെ തേയ്മാനം വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് യൂസ്ഡ് EV വാങ്ങുമ്പോൾ ടയറിന്റെ ത്രെഡ് ഡെപ്ത് മാത്രം നോക്കരുത്. അതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അൺഈവൻ ആയിട്ടുള്ള തേയ്മാനം ഉണ്ടോ, അതുപോലെ ഇന്നർ ഷോൾഡറിലുള്ള വെയർ കൂടുതലാണോ, പിന്നെ സൈഡ് വാളിൽ ഇപ്പൊ മുന്നേ പറഞ്ഞ എല്ലാ എഫക്ട് കാരണം ക്രാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് ശ്രദ്ധിക്കണം. വീൽ അലൈൻമെന്റ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ, അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്നും ശ്രദ്ധിക്കുക. അതുപോലെ സസ്പെൻഷൻ വെയിറ്റ് എല്ലാം ക്യാരി ചെയ്താണ് ഈ കാർ ഈ കണ്ട കിലോമീറ്റർ എല്ലാം ഓടുന്നത്. അതുകൊണ്ട് സസ്പെൻഷനിൽ നിന്ന് നോയ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്നും ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ആ ടയർ മാറിയിടുകയാണെന്ന് വിചാരിക്കുക. ആ ടയർ മാറിയിടുകയാണെങ്കിൽ EVക്ക് ഉപയോഗിക്കേണ്ട ടയർ ചോദിച്ചു വാങ്ങിക്കുക. അതിന്റെ റോളിംഗ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ചീപ്പായിട്ടുള്ള ടയർ വാങ്ങിച്ചിട്ടാൽ അതിന്റെ റേഞ്ച് ഗണ്യമായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്പർ 9 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നാൽ കാറിന്റെ ബിഹേവിയർ മാറാം. ഒരു IC എഞ്ചിൻ കാർ നമ്മൾ വാങ്ങിച്ചാൽ അതിന്റെ ബിഹേവിയർ ഓൾമോസ്റ്റ് കുറെ നാളത്തേക്കെങ്കിലും അത് അതേപോലെ തന്നെ നിൽക്കും. നമ്മൾ ഇനി വേറെ കൊണ്ടുപോയി ട്യൂൺ ഒന്നും ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അത് അതേപോലെ തന്നെ നിൽക്കും. പക്ഷേ EV കാറുകളുടെ കാര്യം അങ്ങനെയല്ല കേട്ടോ. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതിന്റെ ജീവിതം തന്നെ ചിലപ്പോൾ മാറ്റിമറിച്ചേക്കാം. അതിന്റെ ചാർജിങ്ങിന്റെ സ്പീഡ്, റേഞ്ചിന്റെ കാൽക്കുലേഷൻ, അതിന്റെ മെത്തേഡ്സ്, അതുപോലെ ബാറ്ററിയുടെ കൂളിംഗ് സ്ട്രാറ്റജി, റീജനറേറ്റീവ് ബ്രേക്കിംഗ് എത്ര എഫക്റ്റീവ് ആയിട്ടാണ് വരുന്നത്, അതിന്റെ ഒരു ഫീൽ മാറ്റാൻ പറ്റും. പവർ ഔട്ട്പുട്ട്, ആ പവർ ഡെലിവറി എങ്ങനെയാണ് വരണമെന്ന് തീരുമാനിക്കാം. അതുപോലെ ത്രോട്ടിൽ റെസ്പോൺസും മാറ്റം വരുത്താൻ പറ്റും. ഈ നമ്മളുടെ സ്മാർട്ട് ഫോണുകളിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ മൊബൈലിനെ സ്ലോ ആക്കി കളയുന്ന പോലെ. അതുപോലെ ഇനി ഭാവിയിൽ EVയിൽ വരുവാൻ അറിയത്തില്ല. കാരണം ഇപ്പൊ എല്ലാവരും EV അഡോപ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാനുഫാക്ചറേഴ്സ് ശ്രമിക്കുകയാണ്. പക്ഷേ ഭാവിയിൽ ഒരുപാട് EV വന്നു കഴിയുമ്പോൾ പുതിയ EV വാങ്ങിക്കാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ സ്ലോ ആക്കി കളയുമെന്നൊന്നും അറിയത്തില്ല. നിലവിൽ ഈ കാര്യങ്ങളാണ് ഒരു കാർ മാനുഫാക്ചർ OEMന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ മാത്രം നിങ്ങളുടെ കാറിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം. ഇത് ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ ചിലപ്പോൾ സേഫ്റ്റി ഇമ്പ്രൂവ് ആയെന്നും വരാം. പക്ഷേ ഒരു യൂസ്ഡ് കാർ ബയർ നോക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ മാനുഫാക്ചറർ കൊടുക്കുന്നുണ്ടോ, അതുപോലെ എന്തെങ്കിലും റീകോള്. ഇതൊരു ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ആണ്. റീകോളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ലിഥിയം അയൺ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ്. നിങ്ങൾ അതിൻ്റെ മേലെ അന്വേഷിക്കുന്നത് കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും. അതുകൊണ്ട് റീകോളിനുള്ള എന്തെങ്കിലും മണം അടിച്ചാൽ നിങ്ങൾ സൂക്ഷിക്കുക, അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള വണ്ടികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതൊരു വലിയൊരു സേഫ്റ്റി റിസ്ക് ആണ്. ബാറ്ററി മാനേജ്മെന്റ് അപ്ഡേറ്റ്, BMSന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ, അതുപോലെ ചേസിസ് ഇഷ്യൂവിന് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ ഈ വണ്ടികളിൽ, ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ഡാഷ്ബോർഡിൽ വാർണിംഗ് ലൈറ്റ് ഇല്ലെന്നും കണ്ട് നിങ്ങൾ
പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് ആവണമെന്നില്ല. നമ്പർ 8, ഒരു ചെറിയ അണ്ടർബോഡി ഇൻസിഡന്റിന് പോലും ഒരുപാട് വില നൽകേണ്ടി വന്നേക്കാം. ഐസ് എഞ്ചിൻ കാറിന്റെ താഴെ അണ്ടർബോഡി തട്ടിയാൽ സാധാരണ എക്സോസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീൽഡ്, ഓയിൽ സമ്പ് ഗാർഡ് എന്നിവയാണ് സാധാരണഗതിയിൽ ഡാമേജ് ആകുക, ഒരുപാട് വലിയ ഇടിയില്ലെങ്കിൽ. EVയിൽ ആ സ്ഥാനത്ത് ആരാ ഇരിക്കുന്നതെന്ന് അറിയാവും? അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാറ്ററിയാണ് ഏറ്റവും അടി കൊണ്ട് ഇരിക്കുന്നത്. EVയിലെ ബാറ്ററി പാക്ക് സാധാരണ ഫ്ലോറിന്റെ താഴെ ഫ്ലാറ്റ് സ്ട്രക്ചർ ആയിട്ടാണ് ഇരിക്കുന്നത്. സ്പീഡ് ബ്രേക്കറിൽ ഇരിക്കുക, കല്ല് വന്നടിക്കുക, അതുപോലെ വെള്ളത്തിൽ ഇറക്കി കയറ്റുന്നു, അല്ലെങ്കിൽ ഫ്ലഡ് ഡാമേജ് വരിക, അതുപോലെ ഗട്ടറിൽ ചാടിക്കുക, ഇവയിൽ ഏതെങ്കിലും നമ്മുടെ ബാറ്ററി പാക്കിനെ ബാധിച്ച എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ചാൽ ബാറ്ററിയുടെ കേസിൽ ഡെന്റ് ഉണ്ടാകാം, സീലിങ്സ് കോംപ്രമൈസ് ആകാം, ഹൈ വോൾട്ടേജ് ഐസൊലേഷൻ ഇഷ്യൂ ഉണ്ടാകാം. ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ വളരെ അധികമായിരിക്കും ഇതിന്റെ റിപ്പയർ ബില്ല് പോട്ടെ, നിങ്ങളുടെ സേഫ്റ്റിയും വളരെയധികം റിസ്കിലാണ് ബാറ്ററി പാക്കിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് EV ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അത് ലിഫ്റ്റ് ചെയ്ത് അണ്ടർബോഡി തറവായിട്ട് ചെക്ക് ചെയ്തിട്ടല്ലാതെ EV വാങ്ങിക്കുന്നതിനെ പറ്റി ദയവായി ആലോചിക്കുക പോലും ചെയ്തു. നമ്പർ 7, ഫ്ലഡ് ഡാമേജിൽ EV പെട്ടെന്ന് മരിക്കാറില്ല. EV വെള്ളത്തിൽ പോയാൽ ഉടനെ ഷോക്ക് അടിക്കുമോ? ഇല്ല. മോഡേൺ EV ബാറ്ററി പാക്സ് സീൽഡാണ്. അത് പല രീതിയിലുള്ള IP റേറ്റിംഗ്സിലാണ് വരുന്നത്. ഓൾമോസ്റ്റ് ബാറ്ററി പാക്ക് വളരെയധികം സീൽഡ് ആയിട്ടാണ് വരുന്നത്. ഹൈ വോൾട്ടേജ് സിസ്റ്റത്തിൽ സേഫ് കോണ്ടാക്ടേഴ്സ് ഉണ്ട്. വാട്ടർ ഡിറ്റക്ട് ചെയ്താൽ സിസ്റ്റം ഡിസ്കണക്ട് ആവും. പക്ഷേ ഫ്ലഡ് ഡാമേജിന്റെ റിയൽ ഡേഞ്ചർ എന്താണെന്നറിയാവോ? അതിന്റെ വാട്ടർ ഇഞ്ചക്ഷൻ, അതായത് വെള്ളം ഈ സാധനങ്ങൾക്കെല്ലാം അകത്ത് പോയി കഴിഞ്ഞ് കണക്ടേഴ്സ് കൊറോഡ് ആകുക, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെൻസേഴ്സ് ഫെയിൽ ആവുക, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ആവുക, ഹൈ വോൾട്ടേജ് വയറിംഗിൽ ഇഷ്യൂ വരിക, ഇന്റർമീഡിയന്റ് ആയിട്ട് വാർണിംഗ് ലൈറ്റ് കത്തുകയും കെടുകയും ചെയ്യുക. ഈ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സാധാരണ ഫ്ലഡ് ഡാമേജ് ആയ EVകളിൽ പിന്നീട് അതിന്റെ ഡൗൺ ദ ലൈൻ കാണാറുള്ളത്. ഇത് പലപ്പോഴും ഇത് ഉടനെ തന്നെ വരണമെന്നില്ല, മാസങ്ങൾ കഴിഞ്ഞാണ് ഇതിന്റെ ഒരു എഫക്ട് പുറത്ത് വന്നു തുടങ്ങുക, അതും ഒന്നും ഒറ്റയായിട്ട്. അതുകൊണ്ട് ഫ്ലഡ് എഫക്റ്റഡ് EV അതിന്റെ ടെസ്റ്റ് ഡ്രൈവിൽ പെർഫെക്റ്റ് ആണെന്ന് തോന്നിയാലും അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇതിന്റെ ഇൻഷുറൻസ് ക്ലെയിം ഹിസ്റ്ററി, സർവീസ് റെക്കോർഡ്സ്, അണ്ടർ ബോഡിയിലുള്ള മഡ് മാർക്സ് എല്ലാം തറവായിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ കണക്ടേഴ്സിലുള്ള കൊറോഷൻ, ക്യാബിനിൽ എന്തെങ്കിലും ഫ്ലഡ് ഡാമേജ് വന്നതായിട്ടുള്ള രീതിയിലുള്ള സ്മെല്ല്, സീറ്റിന്റെ റെയിലുള്ള റസ്റ്റ്, ഈ രീതിയിലുള്ള സാധനങ്ങൾ നോക്കിയാൽ ഒരു അളവ് വരെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. നമ്പർ 6, ഫാസ്റ്റ് ചാർജിങ് മാത്രം ഒരു വില്ലനല്ല. DC ഫാസ്റ്റ് ചാർജിങ് ചെയ്ത EV വാങ്ങരുതെന്ന് പലരും പറഞ്ഞു നടക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടും ശരിയല്ല. ബാറ്ററിയെ ഡാമേജ് ചെയ്യുന്നത് ഫാസ്റ്റ് ചാർജിങ് മാത്രമല്ല, അതിന്റെ റിയൽ എനിമി ഹീറ്റ് ആണ്. ഹീറ്റ് പ്ലസ് ഹൈ സ്റ്റേറ്റ് ഓഫ് ചാർജ് പ്ലസ് റിപ്പീറ്റഡ് സ്ട്രെസ്. ഹീറ്റ് ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് നിന്ന് മാത്രം ചൂടാകുന്നു എന്നുള്ളത്. സ്റ്റേറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ ബാറ്ററി ലെവൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന രീതിയിലുള്ള കസ്റ്റമേഴ്സ്. അതുപോലെ റിപ്പീറ്റഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ ബാറ്ററി ചാർജ് പൊസിഷനിൽ ഏറ്റവും ലോ വരെ കൊണ്ടുപോകുക, വീണ്ടും ഏറ്റവും ഹൈ വരെ കൊണ്ടുപോയിട്ട് ഏറ്റവും ലോ വരെ, ഈ ഒരു റിപ്പീറ്റഡ് സ്ട്രെസ് ടോർച്ചർ ചെയ്ത ഈ രീതിയിലുള്ള ബാറ്ററി പാക്കുകളാണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. സ്റ്റേറ്റ് ഓഫ് ചാർജ് എന്നുള്ളത് ബാറ്ററി പെർസെന്റേജ് ആണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ, ഒരു EVA ഡെയിലി DC ഫാസ്റ്റ് ചാർജിങ്ങിൽ ആണ് ഓടുന്നത്. ലിക്വിഡ് കൂളിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ബാറ്ററി ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടാണ് അതിനാൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 20% മുതൽ 80% വരെയാണ് ഇട്ട് ചാർജ് ചെയ്യാറുള്ളത്. പക്ഷെ ഒരു EVB നമ്മൾ കമ്പയർ ചെയ്യുക, അത് വീട്ടിൽ സ്ലോ ചാർജിങ് ആണ്. അത് EVB വളരെ സ്ലോ ചാർജിങ്ങിലൊക്കെയാണ് വീട്ടിൽ ചാർജ് ചെയ്യുന്നത്. പക്ഷെ ദിവസം 100% വരെ അവർ കയറ്റും. അതുപോലെ തന്നെ അത് ഒരു ഭയങ്കര ചൂടുള്ള ഒരു സ്ഥലത്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ചെന്നൈ പോലൊരു നഗരത്തിലാണ് അത് കിടന്ന് ഓടുന്നതെന്ന് ഓർക്കുക. പല ദിവസവും അത് ഫുൾ ചാർജ് വരെ പോകുന്നുണ്ട്. ഇതിൽ ബാറ്ററി ഏജിങ് കൂടുതലായുള്ള സാധ്യത EVBയിലാണ്. കാരണം 90 മുതൽ 100% വരെ ബാറ്ററി സെല്ല് വോൾട്ടേജ് കൊണ്ടുപോകുന്നത് ബാറ്ററിക്ക് അത് ലൈഫിന് നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ ഹൈ വോൾട്ടേജ് പ്ലസ് ഹൈ ടെമ്പറേച്ചർ കെമിസ്ട്രി ബാറ്ററിയെ സ്ട്രെസ് ചെയ്യും. നമ്പർ 5, ബാറ്ററി സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് നല്ലതെന്ന് പറഞ്ഞാൽ മാത്രം മതിയെന്ന് കരുതരുത്. ചിലപ്പോൾ ഒരു EV ഡീലർ പറയും ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, ബാറ്ററിയുടെ ഹെൽത്ത് 90% ഉണ്ട് സാർ, അത് മാത്രം കേട്ടിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ മതിയോ? പോരാ. പക്ഷെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് നമ്പർ മാത്രമാണ്. നമ്മളൊരു എക്സാമ്പിൾ നോക്കിയാൽ ബാറ്ററി പാക്കിൽ ഒരു 100 സെല്ലുണ്ട്, അതിൽ 99 സെല്ലും ഹെൽത്തിയാണ്. ഒരു സെല്ല് മാത്രം വീക്ക് ആണെങ്കിൽ അതിന്റെ ആ ഒരു സെൽ ഗ്രൂപ്പിന്റെ ആവറേജ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് 90% കാണിക്കാം. പക്ഷെ ഹാർഡ് ആക്സിലറേഷന്റെ സമയത്ത്, ലോ ബാറ്ററിയുടെ സമയത്ത് വീക്ക് സെൽ ഗ്രൂപ്പ് ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ കാറിന് എന്ത് പറ്റും? പവർ റെഡ്യൂസ് ആവും. ചാർജിങ്ങിന്റെ സമയത്താണ് നടക്കുന്നെങ്കിൽ ചാർജിങ് അബ്രപ്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വാർണിംഗ് കാണിക്കാം, അല്ലെങ്കിൽ വാർണിംഗ് ലൈറ്റ് ഇൻ ജനറൽ വന്നുകൊണ്ടേ ഇരിക്കാം, അല്ലെങ്കിൽ റേഞ്ച് പെട്ടെന്ന് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ബാറ്ററി പാക്കിന്റെ ഇൻസ്പെക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുക. ഇൻസ്പെക്ഷനിൽ ചോദിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സെൽ വോൾട്ടേജ് സ്പ്രെഡ്, മൊഡ്യൂളുകൾ തമ്മിലുള്ള ബാലൻസ്, ഇതിന്റെ ഈ വണ്ടിയുടെ എറർ കോഡ് ഹിസ്റ്ററി, മാക്സിമം മിനിമം സെൽ വോൾട്ടേജ് ഡിഫറൻസ് എന്തുമാത്രം കാണിക്കുന്നുണ്ട്. വോൾട്ടേജ് ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ആ സെല്ലുകൾ തമ്മിലുള്ള ഇംബാലൻസ് കൂടുതലാണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ശ്രദ്ധിച്ചോണം, ബാറ്ററി പാക്കിൽ വീക്ക് ആയിട്ടുള്ള സെല്ലുകളുണ്ട്, ആ ബാറ്ററി ഭാവിയിൽ പണി തരും എന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകും. നമ്പർ 4, ലോ കിലോമീറ്റർ EV എല്ലായ്പ്പോഴും ബെറ്റർ ഡീൽ അല്ല. യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഒരു മാജിക്കൽ നമ്പർ ഉണ്ട്, ലോ കിലോമീറ്റർ.
കിലോമീറ്റർ. IC എഞ്ചിൻ കാറുകളിൽ ചില കേസുകളിലെങ്കിലും ഇതൊരു നല്ല ഡീലായി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആവശ്യത്തിന് ഓടാത്ത കാറുകളിൽ ഈ ലോ മൈലേജ് കാരണം തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തരാറുണ്ട്. പക്ഷേ EV ലോ മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു റെഡ് ഫ്ലാഗ് ആണ്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ ഒരു 8 വർഷം പഴയ ഒരു EV വെറും 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ആദ്യം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളൊരു സൂപ്പർ ഡീലാണല്ലോ. പക്ഷേ അത് വർഷങ്ങളോളം 100% സ്റ്റേറ്റ് ഓഫ് ചാർജിൽ അവിടെ കിടന്ന വണ്ടിയായിരിക്കും. വീട്ടുകാർ അതിന് ആ വണ്ടി കേടാകാതിരിക്കാൻ, ബാറ്ററി കേടാകാതിരിക്കാൻ വേണ്ടി അതിനെ 100% ചാർജ് ചെയ്തിട്ട് വെച്ചുകൊണ്ടിരുന്നതായിരിക്കും. ഒരു ഓപ്പൺ പാർക്കിങ്ങിൽ ചൂടുള്ള പ്രദേശത്ത് 100% ചാർജിൽ ഒരുപാട് നാൾ കിടന്നതായിരിക്കും. അതുപോലെ അത് വളരെ റെയർ ആയിട്ടായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉപയോഗിച്ചപ്പോഴോ ബാറ്ററി വളരെ ഇൻഡെപ്ത് ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോയ 20%, 10%, 5%, അതുപോലെ ഒരുപാട് ഡെപ്തിലേക്ക് അതിനെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട വണ്ടിയായിരിക്കും. ഇങ്ങനെയൊക്കെ കിടന്ന വണ്ടിയാണെങ്കിൽ അതിന്റെ ബാറ്ററി കണ്ടീഷൻ മോശമാകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ബാറ്ററി കെമിസ്ട്രിക്ക് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു യൂസ് ആണ് ഏറ്റവും നല്ലത്. അല്ലാതെ ലോങ് ടേം ആയിട്ട് അതിനെ നെഗ്ലക്ട് ചെയ്യുന്നതല്ല അതിന് നല്ലത്. അതുകൊണ്ട് യൂസ് TVയിൽ ഏജ്, അത് ഏത് സ്ഥലത്ത് ഓടി, അതിന്റെ ക്ലൈമറ്റ്, ചാർജിങ് ബിഹേവിയർ, ആ കസ്റ്റമർ ആ ബാറ്ററി എങ്ങനെയാണ് ചാർജ് ചെയ്തിരുന്നത്, അതുപോലെ വണ്ടി എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരുന്നത്, എസ്പെഷ്യലി ചാർജിങ് ടൈമിൽ, എന്നിവ കിലോമീറ്ററുകളെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്പർ 3, വെഹിക്കിൾ വാറന്റി അല്ല, ബാറ്ററി വാറന്റി ആണ് പ്രധാനപ്പെട്ടത്. യൂസ്ഡ് EV വാങ്ങിക്കുമ്പോൾ ഇതിന്റെ ബയേഴ്സ് ചോദിക്കേണ്ടത് ജനറൽ വാറന്റി ഉണ്ടോ എന്നുള്ള കാര്യമല്ല, പക്ഷെ ചോദിക്കേണ്ടത് ബാറ്ററി വാറന്റി ഇനി എത്ര വർഷം ബാക്കിയുണ്ടെന്നുള്ള കാര്യമാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡോർ ഹാൻഡിലിന്റെ റിപ്പയറോ അല്ലെങ്കിൽ സസ്പെൻഷനിൽ വരുന്ന പ്രശ്നങ്ങളോ AC-യിലെ കൂളിംഗിൽ വരുന്ന ഇഷ്യൂ ബാറ്ററി പാക്കിന്റെ ഒരു റിപ്പയർ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ലാത്ത ഡിഫറൻസ് കാണും. ഇപ്പൊ ബാറ്ററി പാക്ക് ആണ് ഏറ്റവും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തും. അതുപോലെ തന്നെ ബാറ്ററിയുടെ വാറന്റി ടേംസ് നന്നായിട്ട് പഠിച്ചിട്ട് ശേഷമേ EV വണ്ടികൾ എടുക്കാൻ പോകാൻ പാടുള്ളൂ. അതിന്റെ എത്ര കിലോമീറ്റർ ഇനിയും ആ ബാറ്ററിയിൽ വാറന്റിയിൽ ഓടിക്കാൻ പറ്റും, കിലോമീറ്റർ ലിമിറ്റഡ് ആണോ, മിനിമം സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഗ്യാരണ്ടി ഉണ്ടോ, അതുപോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വാറന്റി എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ, വാറന്റി ഡോക്യുമെന്റ് എന്തെങ്കിലും ഓണേഴ്സിന് കിട്ടിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വളരെ OEMC അഡ്വർടൈസ്മെന്റിൽ ബാറ്ററി വാറന്റി ഉണ്ട്, ലൈഫ് ലോങ് ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ടോ ശ്രദ്ധിക്കണം. ഇത് ആരുടെ ലൈഫ് ലോങ് ആണ്, വണ്ടിയുടെ ലൈഫ് ലോങ് ആണോ, കസ്റ്റമറുടെ ലൈഫ് ലോങ് ആണോ, അതോ ഫസ്റ്റ് ഓണറുടെ ലൈഫ് ലോങ് ആണോ, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ, ഇതെല്ലാം പേപ്പർ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിക്കാൻ പാടുള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ഡാമേജ്, ഈ ബാറ്ററിയുടെ വാറന്റിയിൽ വാട്ടർ ഡാമേജ് കവേർഡ് ആണോ, ആക്സിഡന്റ് ഡാമേജ് എക്സ്ക്ലൂഡഡ് ആണോ, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഒരു 4 വർഷം പഴക്കമുള്ള വണ്ടി വിത്ത് 3 വർഷം ബാറ്ററി വാറന്റി, ചിലപ്പം ഒരു 2 വർഷം പഴക്കമുള്ള വണ്ടി വിത്ത് ഒരു വർഷം മാത്രമേ ഇനി ബാറ്ററി വാറന്റി മിച്ചമുള്ളത് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും. ഈവൻ 4 വർഷം പഴക്കമായ വണ്ടിയാണെങ്കിൽ പോലും ബാറ്ററി വാറന്റി അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ 2, തെർമൽ മാനേജ്മെന്റ് EV-യുടെ ഒരു ഹിഡൻ ഹീറോ അല്ല, ഹിഡൻ വില്ലനാണ്. ഒരു യൂസ്ഡ് EV വാങ്ങുമ്പോൾ അതിന്റെ മാനുഫാക്ചർ OEM നെയിം മാത്രം നോക്കി വാങ്ങുന്നത് വലിയൊരു തെറ്റാണ്. അതിന്റെ ബാറ്ററി കൂളിംഗ് സിസ്റ്റം എങ്ങനെയുള്ളതാണെന്ന് നോക്കി വാങ്ങിയാൽ നിങ്ങൾ ലോങ് ടേമിൽ നിങ്ങൾക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മാറ്റർ ആയി. ബാറ്ററി കൂളിംഗ് പല ടൈപ്പ് ഉണ്ട്. ലിക്വിഡ് കൂളിംഗ്, അതിൽ ബാറ്ററിയിലേക്ക് കൂളന്റ് സർക്കുലേറ്റ് ചെയ്താണ് അത് കൂൾ ചെയ്യുന്നത്. ഈ ഹോട്ട് ക്ലൈമറ്റുകൾക്കൊക്കെ ഇത് ബെസ്റ്റ് ആണ്. അത് റിപ്പീറ്റഡ് ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഒരു ബാറ്ററിയിൽ ഉണ്ടാക്കുന്ന ക്ഷതം കുറയ്ക്കാനായിട്ട് ഈ ഒരു കൂളിംഗ് എഫക്റ്റീവ് ആകുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എയർ കൂളിംഗ് ആണ്. അതൊരു ഫാൻ അല്ലെങ്കിൽ ഒരു ക്യാബിൻ എയർ ഉപയോഗിച്ചാണ് ബാറ്ററി കൂൾ ചെയ്യുന്നത്. അതിന്റെ കൂളിംഗ് സിസ്റ്റത്തിന്റെ പെർഫോമൻസ് മോഡറേറ്റ് ആണ്. ഇനി വരുന്നതാണ് അതിൽ ഏറ്റവും താഴെ വരുന്ന ഒരു കൂളിംഗ് സിസ്റ്റം, അതായത് പാസീവ് കൂളിംഗ്. നാച്ചുറൽ എയർ ഫ്ലോ, ഫിൻസ് ഉപയോഗിക്കുക, ബാറ്ററി കേസ് ഡിസൈൻ എന്നിവയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കൂളിംഗ് സിസ്റ്റം. ഹോട്ട് ക്ലൈമറ്റിൽ ഇത് വളരെയധികം റിസ്കിയാണ്, അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ബാറ്ററി കെമിസ്ട്രി ഒരുപോലെ ഇരുന്നാലും അതിന്റെ തെർമൽ മാനേജ്മെന്റിന്റെ വ്യത്യാസം കാരണം ലോങ് ടേം ഹെൽത്തിൽ വളരെയധികം മാറ്റം വരും. ചെന്നൈ, കേരള, ബാംഗ്ലൂർ ഇതുപോലുള്ള ഇന്ത്യൻ കണ്ടീഷനിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് ശ്രദ്ധിക്കുക. നമ്പർ 1 ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു EV-യുടെ ബാറ്ററിയെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുകയില്ല എന്നുള്ള കാര്യമാണ്. പക്ഷെ ഇതിപ്പോൾ ഒരു സാധാരണ IC എഞ്ചിൻ കാറാണെങ്കിൽ അതിന്റെ സ്മോക്ക് നോക്കാം, കോൾ സ്റ്റാർട്ട് എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം, എഞ്ചിനിൽ നിന്ന് സൗണ്ട് വരുന്നത് എങ്ങനെ കറക്റ്റ് ആയിട്ടാണോ, അത് എന്തെങ്കിലും അബ്നോർമൽ സൗണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം, ഓയിൽ ലീക്കേജ് നമുക്ക് പൊക്കിയിട്ട് നോക്കാം, ക്ലച്ചിന്റെ ഫീൽ ഹാർഡ് ആണോ എന്ന് നോക്കാം, വൈബ്രേഷൻ, എക്സോസ്റ്റിന്റെ സ്മെല്ല്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് IC എഞ്ചിൻ കാറുകളിൽ നോക്കാൻ പറ്റും. പക്ഷെ EV-യിൽ ഇതൊന്നുമില്ല. ഇതൊരു സൈലന്റ് ആയിട്ടിരിക്കുന്ന കാര്യമാണ്. പല പ്രശ്നങ്ങളും സൈലന്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കാർ വളരെ സ്മൂത്ത് ആയിട്ട് ഓടും, ഒരു നോയ്സും തരില്ല, സ്മോക്കും വരില്ല, വൈബ്രേഷനും ഇല്ല. ഡാഷ്ബോർഡ് ബാറ്ററി 100% കാണിക്കും. പക്ഷെ ബാറ്ററിയുടെ ഒറിജിനൽ കപ്പാസിറ്റി ചിലപ്പോൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഒരു 40 kWh ബാറ്ററി ഉണ്ടെന്ന് വിചാരിക്കുക.
അതിൻ്റെ വർഷങ്ങൾ കഴിയുമ്പോൾ അതിന് ഒരു 30 kWh അതിന് കപ്പാസിറ്റി കാണുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഡാഷ്ബോർഡിൽ 100% എന്നായിരിക്കും കാണിക്കുക. കാരണം ആ 30 kWh 100%ഉം ആ വണ്ടിക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ എന്നാണ് ഇതാണ് യൂസ്ഡ് EV വാങ്ങുന്നതിൻ്റെ ഒരു കോറായിട്ടുള്ളൊരു ചലഞ്ച്. അപ്പോൾ നിങ്ങളൊരു യൂസ്ഡ് ഇലക്ട്രിക് കാർ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങുന്നത് ഒരു മൊബൈൽ എനർജി സ്റ്റോറേജ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങാൻ. സാധാരണ കാർ വാങ്ങുന്ന പോലെ അല്ല. ഒരു എക്സ്പേർട്സിനെ വെച്ച് ഇൻസ്പെക്ട് ചെയ്യുക. നിങ്ങൾ വാങ്ങിക്കുന്നത് വീലുള്ള ഒരു വലിയ ബാറ്ററിയാണ് എന്ന് കരുതി നിങ്ങൾ അതിനെ പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ പല പ്രശ്നങ്ങളിലും ചെന്നപ്പെടാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് നമുക്കെല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിയാൽ യൂസ്ഡ് EV വാങ്ങുന്നതിന് മുമ്പ് ഈ 8 കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഒരു എക്സ്പെർട്ടിനെ കൊണ്ട് ബാറ്ററിയെ ചെക്ക് ചെയ്യിപ്പിച്ച് അതിന്റെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് റിപ്പോർട്ട്, സെൽ വോൾട്ടേജിന്റെ സ്പ്രെഡ് അല്ലെങ്കിൽ മൊഡ്യൂളുകൾ തമ്മിലുള്ള ബാലൻസ്, ബാറ്ററി വാറണ്ടി അത് എന്തുമാത്രം റിമൈനിങ് ആണ്, അതിന്റെ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ, അത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് വാങ്ങുക. അതുപോലെ ആക്സിഡന്റ് അല്ലെങ്കിൽ ഫ്ലഡ് ഹിസ്റ്ററി ഏതെങ്കിലും രീതിയിലുണ്ടോ എന്ന് തറവായിട്ട് ചെക്ക് ചെയ്യാം. അണ്ടർ ബോഡി ഇൻസ്പെക്ഷൻ മസ്റ്റ് ആണ്. അതിന്റെ ബാറ്ററി കേസിന്റെ എസ്പെഷ്യലി ബാറ്ററി കേസ് നല്ല രീതിയിൽ തറവായിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് മാത്രം വാങ്ങുക. അതിന്റെ ചാർജിങ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് പാറ്റേൺ അത് എടുപ്പിച്ചിട്ട് അതും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുക. അതുപോലെ ഇതിന്റെ ഏത് രീതിയിലുള്ള തെർമൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുക. ടയർ, സസ്പെൻഷൻ ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി ബ്രേക്ക്, ഇതിനെ തറവായിട്ട് ഇൻസ്പെക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. അതുകൊണ്ട് യൂസ്ഡ് EV വാങ്ങാൻ പോകുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ഒരു നല്ല ബാറ്ററി പാക്കുള്ള ഒരു നല്ല മോഡൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതെപ്പോഴും ഒരു നല്ലൊരു ഓപ്ഷനാണ്.